എന്താ പടത്തിന്റെ പേര്? മേശ ആൻഡ് കസേര? അയ്യോ, മേശ ആൻഡ് കസേരയല്ല. കേട്ടോ, മോഹൻലാലിനെ കുറച്ച് കാണിച്ചിട്ടുണ്ട്, അല്ലാതെ കാണിച്ചിട്ടുണ്ട്. ഒരു വൃത്തിയായിട്ട പടം. വെറുതെ സൗണ്ടും തലയും വെറും തല്ലിപ്പൊളി പടം, വെറും തല്ലിപ്പൊളി. ഇതാണ് ഈ നഗരം. ഒരു വശത്ത് എനിക്കത്ര ഒരുപാട് കാര്യങ്ങൾ കമ്പാക്റ്റൊക്കെ വിചാരിച്ചിട്ടുണ്ട്, പക്ഷെ അത്ര പോരാ. വലിയ രസമില്ലായിരുന്നു, കുഴപ്പമില്ല. വൺ ഡേ മാച്ച് പടം ഊട്ടിയിട്ടുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. ലാലേട്ടനൊക്കെ അതിനകത്തൊരു ആക്കലുണ്ടല്ലോ. ഇനി രാവണന്റെ വരവാണ്. ഇങ്ങനെയൊരു അപരാധിച്ച സിനിമ എന്റെ പൊന്നെ. ഒന്നുമില്ല, ലോജിക് ഇല്ലായ്മയ്ക്ക് ഒരു ലോജിക്ക് വേണം. അതില്ല. പടം ലാലേട്ടനെ മുതലാക്കി വിജയിച്ചാ ജയിച്ച്. മാധുക്കുട്ടി, നാട്ടിൽ നിന്നെ കുറിച്ച് എന്താ അഭിപ്രായം? സ്വയം ഇങ്ങനെ കോമാളിത്തരം കാണിക്കുക. ലാസ്റ്റ് ഒരു കാട്ടിലുള്ള ഒരു സീനൊക്കെ ഉണ്ട്. എന്റെ പൊന്നോ, കാട്ടിൽ കാട്ടവരാതം ലാലേട്ടന്റെ കഥ. തുടക്കം മുതൽ ഒടുക്കം വരെ ആളുകൾ എഴുന്നേറ്റ് നിന്ന് കൂവുക അത്ര. തിയേറ്ററിലെ സീറ്റുകളെല്ലാം കുത്തി കീറുക. മോഹൻലാലിനൊക്കെ കൊണ്ടുവന്ന് ചുമ്മാ അയാളെ വെറുതെ കോമാളി വേഷം കെട്ടിച്ച് ഈ പടം. സത്യമായി പറയുന്നവനായി ഈ രാജാക്കൻ ദയനീയമായിട്ട് മൂഞ്ചിരിക്കുന്നു. ഒരുവിധം അങ്ങനെ ഉറപ്പിച്ചു വന്നതായിരുന്നു, സ്വല്പം അങ്ങോട്ട് മാറിപ്പോയി. എന്നെ മനഃപൂർവ്വം കരിവാരിത്തേക്കാൻ കുറച്ച് ആൾക്കാർ ഇറങ്ങിയിരിക്കുകയാണ്. ലാലേട്ടൻ ഇൻട്രോയിൽ മറ്റേ സാധനം ഉണ്ട്, ഷാൻജി സാധനം. ഞാൻ എന്താ ചിരിച്ചാൽ പവർ ഹൗസ്, ഞാൻ മറിച്ചാൽ മാങ്ങാത്തൊലി. അയ്യോ അമ്മേ, നീ ഇത്ര ചെളിയാവുന്ന് ഞാൻ കരുതിയില്ല കേട്ടോ. കഴിഞ്ഞോ? ഇല്ല, പടം കൊള്ളത്തില്ല, അത്ര തന്നെ. എന്ത് നെഗറ്റീവ്? ഒരു വകയ്ക്ക് കൊള്ളത്തില്ല പടം.